നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്രം കടുത്ത അവഗണന തുടരുകയാണെന്ന് മന്ത്രി കെ രാജൻ. L3 വിഭാഗത്തിലുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചത് 5 മാസത്തിനു ശേഷം 2321 കോടിയുടെ റിപ്പോർട്ട് സമർപ്പിച്ച കേരളത്തിന് അനുവദിച്ചത് 260 കോടി മാത്രം. മണ്ണിന്റെ പ്രത്യേകതകൾ ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞുള്ള കൃഷിരീതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മണ്ണിന്റെ പോഷക ഘടകങ്ങൾ അറിഞ്ഞ് പരിചരിച്ചാൽ കാർഷിക മേഖലയിൽ വലിയ നേട്ടമുണ്ടാകും. കൊയ്ത്തിനൊരു കൈത്താങ്ങ്, കൊയ്ത്ത് യന്ത്രങ്ങളുടെ ഫ്ളാഗ് ഓഫ് ആലത്തൂരിൽ. ചാവക്കാട് SIയെയും പോലീസുകാരനെയും യുവാവ് കുത്തിവീഴ്ത്തി. പ്രതി ബേബി റോഡ് സ്വദേശി നിസാറിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് സംശയം. സാഹസികമായി പിടികൂടിയ പ്രതി മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയും പോലീസുകാരെ ആക്രമിച്ചു. ഇന്ന് ഗാന്ധി ജയന്തി. ജീവിതം സന്ദേശമാക്കിയ മഹാത്മാവിന്റെ സ്മരണയിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ യജ്ഞം. അക്ഷരാമൃതത്തോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം. വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. വാർത്തകൾ വിശദമായി. കേന്ദ്രത്തിന്റെ 260 കോടി കേരളത്തിനുള്ള ഔദാര്യമല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കടുത്ത അവഗണനയ്ക്ക് ഉദാഹരണമാണിത്. ദുരന്തം നടന്ന് 5 മാസം കഴിഞ്ഞാണ് L3 വിഭാഗത്തിലുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചതെന്നും ഇത് കേരളത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ ഇല്ലാതാക്കിയെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് 2321 കോടി രൂപയുടെ റിപ്പോർട്ട് കേരളം നൽകിയിരുന്നു. റീകൺസ്ട്രക്ഷനു വേണ്ടിയാണ് ഇത് നൽകിയത്. ഇപ്പോൾ പണം നൽകിയിരിക്കുന്നതിലൂടെ കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായ ധനസഹായം ലഭിക്കില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് കേരളത്തോട് തുടരുന്ന അവഗണനയാണെന്ന് മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാട്ടി. 2221 കോടി രൂപ ചോദിച്ചിട്ട് 260 കോടി മാത്രം നൽകിയത് കടുത്ത അവഗണനയാണെന്നും മന്ത്രി പറഞ്ഞു. 1202.12 കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിൽ 1 രൂപ പോലും തന്നില്ല. 2221.03 കോടി രൂപയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റിൽ ദീർഘകാലം കമ്മിറ്റി കൂടി ഇപ്പോൾ 260.56 കോടി രൂപ തരാം എന്ന ഔദാര്യം യഥാർത്ഥത്തിൽ കേരളത്തിനോടുള്ള വളരെ പച്ചയായിട്ടുള്ള അവഹേളനമാണ്. കേരളത്തിന് തരാൻ ആവശ്യമായിട്ടുള്ള പണം തരില്ല എന്നാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഈ സബ് കമ്മിറ്റി ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് ഓഫ് NDMA സൂചിപ്പിക്കുന്നത്, ഈ ഉത്തരവിൽ കണ്ടത്, നിങ്ങൾക്ക് ഞങ്ങൾ സാസ്കി ഇനത്തിൽ പണം തന്നിട്ടുണ്ടല്ലോ, അത് വായ്പയാണ്, അത് ലോണാണ്. ആ ലോൺ മാർച്ച് 31 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു തന്ന സംഖ്യയാണ്. അത് ഇതും തമ്മിൽ എന്താണ് ബന്ധം? ആ വിധത്തിൽ ഇതിനെ മാറ്റി തീർക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിനോട് തുടർന്ന അവഗണനയുടെ ഭാഗമാണ്. ഇനി അവസാനത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം, കേരളത്തിൽ ചൂരൽമലയിൽ ഈ ദുരന്തം ഉണ്ടായപ്പോൾ ആഗസ്റ്റ് 17 കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിൽ 3 കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, ഞങ്ങൾക്ക് ഈ നഷ്ടപരിഹാരത്തിൻ്റെ പണം തരണം, തന്നില്ല. L3 ആയി ഞങ്ങൾ ഏറ്റവും പെട്ടെന്ന് പ്രഖ്യാപിക്കണം, 5 മാസം കഴിഞ്ഞ് അത് പ്രഖ്യാപിക്കാം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാവക്കാട് SIയെയും പോലീസുകാരനെയും യുവാവ് കുത്തിവീഴ്ത്തി. ചാവക്കാട് സ്റ്റേഷനിലെ SI ശരത് സോമൻ, CPO അരുൺ എന്നിവർക്കാണ് കുത്തേറ്റത്. ബേബി റോഡ് സ്വദേശി നിസാറാണ് ഇരുവരെയും കുത്തിപ്പരിക്കേൽപ്പിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. നിസാറിൻ്റെ സഹോദരൻ ഫമീറിനെയും ഇയാൾ കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഈ വിവരമറിഞ്ഞാണ് ചാവക്കാട് സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, CPO അരുൺ, ഗ്രേഡ് CPO സുധീഷ് എന്നിവർ സ്ഥലത്തെത്തിയത്. സഹോദരനെ ആക്രമിച്ചു നിൽക്കുകയായിരുന്ന പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ SIയെ കുത്തുകയായിരുന്നു. ഒപ്പം അരുണിനെ കുത്തുകയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു. പരിക്കേറ്റ പോലീസുകാരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും ഫമീറിനെ തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘം നാട്ടുകാരുടെ സഹായത്തോടെ പ്രതിയെ സാഹസികമായി കീഴടക്കുകയായിരുന്നു. തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി പ്രതി നിസാറിനെ ചാവക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിനിടെയും പ്രതി പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു. CPO ഹരികൃഷ്ണൻ, അനീഷ് എന്നിവർക്ക് പരിക്കേറ്റു. കൈക്ക് കുത്തേറ്റ SI ശരത് സോമനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. നിസാറിന് മാനസിക അസ്വസ്ഥ്യമുള്ളതായി സംശയിക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണിന്റെ പ്രത്യേകതകൾ ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞുള്ള കൃഷിരീതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി.
കൊയ്ത്തിനൊരു കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി ആലത്തൂരിൽ കൊയ്ത്ത് യന്ത്രങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണിന്റെ പോഷക ഘടകങ്ങൾ അറിഞ്ഞ് പരിചരിച്ചാൽ കാർഷിക മേഖലയിൽ വലിയ നേട്ടമുണ്ടാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കുറഞ്ഞ അളവിൽ വെള്ളം ഉപയോഗിച്ച് എങ്ങനെ മണ്ണിനെ പരിപാലിക്കാമെന്നത് കർഷകർ പഠന വിധേയമാക്കണം. ഇത് സംബന്ധിച്ചുള്ള പരിശീലന പരിപാടികളും അനിവാര്യമാണെന്ന് കെ കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാട്ടി. ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് സമസ്ത മേഖലകളിൽ എടുത്തു പറയത്തക്ക പ്രവർത്തനങ്ങളാണ് നടന്നത്. റോഡ് നവീകരണം, ജലസേചനം, കുടിവെള്ളം, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, പട്ടയ വിതരണം, ഡിജിറ്റൽ സർവേ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ സജീവമായി ഇടപെടുകയും അത്തരം പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന അപൂർവം MLA-മാരിൽ ഒരാളാണ്. വെല്ലുവിളിപ്പിനെ കുറിച്ച് വലിയ ഇടപെടൽ അദ്ദേഹം നടത്തി. കേരളത്തിൽ ആദ്യമായി ജലസേചന കനാലിന്റെ സംരക്ഷണത്തിനും ജലവിനിയോഗത്തിനുമുള്ള ഫാർമേഴ്സ് അസോസിയേഷനുകൾ രൂപീകരിക്കപ്പെട്ടത് ആലത്തൂർ മണ്ഡലത്തിലാണ്. ഞാൻ ജലസേചനത്തിന്റെ ചാർജ് ഉണ്ടായിരുന്നതിന് മുൻപിലായിരുന്നു. സമഗ്ര കാർഷിക വികസനത്തിനായി MLA-യുടെ ആശയത്തിലൂടെ രൂപം കൊണ്ട നിറ പദ്ധതി മറ്റു പ്രദേശങ്ങൾക്കും മാതൃകയാണ്. നിറയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കർഷകർക്ക് ആവശ്യമുള്ള വിത്തുകൾ, കീടനാശിനികൾ, കളനാശിനികൾ തുടങ്ങിയവയെല്ലാം മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന സ്റ്റോക്ക് പ്രവർത്തിക്കുന്നു. ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ KD പ്രസേനൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ A ഷൈനി, A പ്രേംകുമാർ, T വത്സല, പഞ്ചായത്ത് അംഗം N കുമാരി, നിറ കൺവീനർ MV രശ്മി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, ആലത്തൂർ നിറ കോർഡിനേറ്റർ മിത്തു ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനും ആശയങ്ങൾ പങ്കിടാനുമുള്ള വേദികൾ കൂടിയായി വായനശാലകൾ മാറണമെന്ന് കോങ്ങാട് MLA കെ ശാന്തകുമാരി. തടുക്കശ്ശേരി വിവേകോദയ ഗ്രന്ഥശാലയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. നഗരഗ്രാമങ്ങളുടെ സ്പന്ദിക്കുന്ന ഹൃദയമായി മാറാൻ വായനശാലകൾക്ക് കഴിയണമെന്നും പറഞ്ഞു. സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ജനങ്ങളെയെല്ലാം ഒരുമിച്ച് നിർത്താനുള്ള വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കൊച്ചു കൊച്ചു വേദികളിലൂടെ മനുഷ്യർ സ്നേഹമാണ് പങ്കുവെക്കപ്പെടുന്നത്. അത് ജാതിയോ മതമോ എന്ന് നോക്കിയിട്ടല്ല. ജാതിയും മതത്തിനും അതീതമായി മനുഷ്യരെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ നന്മ കൊണ്ടുവരാൻ, അക്രമങ്ങളില്ലാതെ സമാധാനത്തോടെ ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെ സ്ഥാപിച്ചെടുക്കാനുള്ള വലിയ മാർഗമായി നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ യൂത്ത് ക്ലബ്ബുകൾ, വായനാശാലകൾ, ഇത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രന്ഥശാല ഭാരവാഹികൾ MLA-യെ ഉപഹാരം നൽകി ആദരിച്ചു. വായനശാലയിൽ KV വിജയദാസ് സ്മാരക ഹാളും നിർമ്മിച്ചിട്ടുണ്ട്. മുൻ MLA KV വിജയദാസ് അനുവദിച്ച ആസ്തി വികസന ഫണ്ടും കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമചന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ രജനി, ഗ്രന്ഥശാല സെക്രട്ടറി K ശിവശങ്കരൻ, കാസിം മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. വാർഡ് മെമ്പർ KA ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും ലൈബ്രറിയൻ ഷനൂജ് നന്ദിയും പറഞ്ഞു. കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും കരോക്കെ ഗാനമേളയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കരയിലുണ്ടായ SFI KSU സംഘർഷത്തിൽ അറസ്റ്റിലായ KSU നേതാക്കൾക്ക് ജാമ്യം. നേരത്തെ അറസ്റ്റ് ചെയ്ത KSU പ്രവർത്തകരെ പോലീസ് മുഖം മൂടിയിട്ടും കൈവിലങ്ങ് അണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയത് വലിയ വിവാദമായിരുന്നു. ജാമ്യം ലഭിച്ച 4 KSU നേതാക്കൾക്ക് മുള്ളൂർക്കരയിൽ ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. സ്ത്രീകൾ ഉൾപ്പെടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പടുകൂറ്റൻ ജാഥയായാണ് വിദ്യാർത്ഥി നേതാക്കളെ വരവേറ്റത്. മുള്ളൂർക്കര സെൻട്രൽ ജാഥ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പോലീസിന് ധൈര്യം കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രി. 9 വർഷമായി നിയമവിരുദ്ധമായി സർക്കാർ പോലീസ് ചെയ്യുന്നതിനെല്ലാം കൂട്ടുനിന്നിട്ടുണ്ട്.
ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ സുഹൃത്തിനെ എത്ര ക്രൂരമായി പോലീസ് മർദ്ദിക്കുന്നത്. പോലീസിന്റെ ന്യായീകരണം എടുത്താൽ പോലും എങ്ങനെയാണോ ചെറുപ്പക്കാരനെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്നതെന്ന് ഉത്തരവില്ല. ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഈ ചെറുപ്പക്കാർക്ക് സംഭവിച്ചതും സുജിത്തിന് സംഭവിച്ചതും ഒരേ കാര്യമാണ്. എന്താണ്? സർക്കാരിൻ്റെ നിയമവിരുദ്ധമായ പ്രവർത്തനം, അതിന് നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അവരുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ പോലീസ് ചെയ്ത കുറ്റകൃത്യമാണിത്. ഈ 4 ചെറുപ്പക്കാരെ മുഖം മൂടിയിട്ട് കൊണ്ടുപോകുമ്പോൾ മറുവശത്ത് നമ്മൾ കാണുന്നത് എന്താ? BJPയുടെ നേതാവ് പ്രിന്റു. ആ പ്രിന്റുവിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന പോലീസിനെയാണ്. ആ പ്രിന്റു പറഞ്ഞ കാര്യം എന്താ? തീവ്രവാദ പ്രവർത്തനമാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ? രാഹുൽ ഗാന്ധി കൊല്ലണമെന്നാണ് പ്രിന്റു മഹാദേവൻ പറഞ്ഞതെങ്കിൽ ആ പ്രിന്റുവിന് പൂമാലയിട്ട് സ്വീകരണം കൊടുക്കുന്ന കേരള പോലീസ് ഒരു വശത്ത് നിൽക്കുന്നു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളെ ജാമ്യത്തിലിറക്കാൻ മുന്നിട്ടിറങ്ങിയ NS വർഗീസിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നേതാക്കളായ TM കൃഷ്ണൻ, അഡ്വക്കേറ്റ് OJ ജനീഷ്, രാധാകൃഷ്ണൻ, സുലൈമാൻ, വൈശാഖ, നാരായണസ്വാമി, അജിത്ത്, ഷാഹിദ്, ഗോകുൽ ഗുരുവായൂർ, അഖിലേഷ് പാഞ്ഞാൾ, സുരാജ്, പ്രകാശൻ, വിനോദ് പന്തലാടി, അഡ്വക്കേറ്റ് അലവി തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുഹിയുദ്ദീൻ ആറ്റൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാളയാറിൽ വീണ്ടും എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ബംഗാൾ സ്വദേശിയെയാണ് 2 കിലോ ഉണക്ക കഞ്ചാവുമായി അധികൃതർ പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ N പ്രേമാനന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കോയമ്പത്തൂരിൽ നിന്ന് പത്തനാപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ നിന്ന് കഞ്ചാവുമായി ബംഗാൾ സ്വദേശിയെ പിടികൂടിയത്. മുർഷിദാബാദ് കുപ്പില്ല താലൂക്കിൽ റായ്പൂർ വില്ലേജിൽ വിശ്വാസ്പാറ ദേശത്ത് വിശ്വസ്പാറ വീട്ടിൽ SK ഖാലിദിൻ്റെ മകൻ 25 വയസ്സുള്ള SK മിലനാണ് 2 കിലോ കഞ്ചാവുമായി പിടിയിലായത്. ഉണക്ക കഞ്ചാവ് കൈവശം വെച്ച് കടത്തിയതിന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തു. പ്രതിയെയും തൊണ്ടിമുതലും തുടർ നടപടികൾക്കായി പാലക്കാട് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി. വാഹന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് KA മനോഹരൻ, മുഹമ്മദ് റിയാസ്, PK ഷിബു, ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർ K ജഗജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർ കിഷോർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജീവിതം സന്ദേശമാക്കിയ മഹാത്മാവിന്റെ സ്മരണയിൽ നാട്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് നാടെങ്ങും സംഘടിപ്പിച്ചത്. രാഷ്ട്രപിതാവിന്റെ ജന്മദിനം പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിപുലമായി ആഘോഷിച്ചു. ഗാന്ധിജിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് മധുര വിതരണവുമുണ്ടായി. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, നേതാക്കളായ PH മുസ്തഫ, സുധാകരൻ പ്ലാക്കാട്ട്, മനോജ് ചിങ്ങന്നൂർ, H മുബാറക്, KB സുഗതൻ, H സത്താർ, S രവീന്ദ്രൻ, ഹരിദാസ് മച്ചിങ്ങൽ, മണ്ഡലം പ്രസിഡന്റുമാരായ S സേവ്യർ, രമേഷ് പുത്തൂർ, SM താഹ, കൗൺസിലർമാരായ സാജോ ജോൺ, A കൃഷ്ണൻ, D ഷജിത് കുമാർ, സുഭാഷ് യാക്കര, സുജാത, അനുപമ, മിനി ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭ ഗാന്ധി ജയന്തി ആഘോഷം ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛ് ഭാരത് ദിവസിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ MCF ആൻഡ് RRF ഹാളിലായിരുന്നു ചടങ്ങ്. ഗാന്ധിജിയെ കുറിച്ച് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. അദ്ദേഹം യുദ്ധത്തിൻ്റെ കാര്യത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ചെല്ലാം ആശങ്കപ്പെട്ട മഹത്തായിട്ടുള്ള വ്യക്തിയാണ്. ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ശിവൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, കൗൺസിലർ TK ബഷീർ എന്നിവർ പ്രസംഗിച്ചു. നെടുങ്ങോട്ടൂർ, കാരക്കാട്, കല്ലിപ്പാടം എന്നീ
നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരായ ഫസീദ, രശ്മി, സിദ്ദിഖ് സുബൈർ എന്നിവർ നയിച്ച ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുമുണ്ടായി. തുടർന്ന് ഹരിത കർമ്മസേനാംഗങ്ങൾ, അമൃതമിത്ര വർക്കേഴ്സ്, സാനിറ്റേഷൻ വർക്കേഴ്സ് എന്നിവർക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള തുണിസഞ്ചികൾ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണം ചെയ്തു. നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സ്വച്ഛതാ ഹി സേവ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. മത്സരവിജയികൾക്കുള്ള ഉപഹാരവും സർട്ടിഫിക്കറ്റുകളും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണം ചെയ്തു. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി MCF ആൻഡ് RRF പരിസരത്ത് സ്ഥാപിച്ച സെൽഫി പോയിന്റ് ശ്രദ്ധേയമായി. ആരോഗ്യ വിഭാഗം ജീവനക്കാർ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം സമുചിതമായി ആചരിച്ചു. പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. വാരണാസി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഗാന്ധി ജയന്തി ദിനം സമുചിതമായി ആചരിച്ചത്. ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടന്നു. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് A. ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. മഹാനായ നേതാവാണ് ശ്രീമൻ മഹാത്മാഗാന്ധി. ഇപ്പം നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ ലോകത്ത് നടക്കുന്ന മനുഷ്യക്കുരുതികളെ പറ്റി കാണുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു തുള്ളി രക്തം ചിന്താതെ ഇത്തിരി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുട്ടുകുത്തിച്ച മഹാത്മാഗാന്ധിയുടെ നയമാണ് എന്നും ലോകത്തിന് ശാശ്വതമെന്ന് കാണിച്ചിരുന്നത് മഹാത്മാവാണ് ശ്രീമൻ മഹാത്മാഗാന്ധി. ഇന്ന് നമ്മുടെ നാളത്തെ തലമുറയ്ക്കും ഈ മഹാത്മാവിന്റെ സന്ദേശം എന്തുകൊണ്ടും ഉപയോഗിക്കാൻ പറ്റിയ സന്ദേശമാണ്. അതിനെല്ലാവരും മഹാത്മാഗാന്ധിയുടെ സന്ദേശം പരത്തുവാൻ വേണ്ടുന്ന നിർദ്ദേശം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ. വാരണാസി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ഷാഫി കാരക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. ബഷീർ പാത്തുപ്പടി, അസീസ് സൈദലവി, VT അലി, N. അഭിലാഷ്, TT സലീം, സലീം യൂസഫ്, സുന്ദരബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗാന്ധി ജയന്തി ദിനത്തിൽ പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പറളി ചെക്ക് പോസ്റ്റിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന യോഗം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ ഉദ്ഘാടനം ചെയ്തു. MP ഷൺമുഖൻ, MA സുരേഷ് ബാബു, MC ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അക്ഷരാമൃതത്തോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം. വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തേക്ക് പ്രവേശിച്ചത്. വിദ്യാരംഭത്തിനായി വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ വാഹനപൂജയും ആയുധപൂജയും നടന്നു. വിജയദശമി ദിനത്തിൽ വാടാനംകുറിശി ചെമ്മഞ്ചേരി ശിവക്ഷേത്രത്തിൽ വാഹനപൂജയും എഴുത്തിനിരുത്തൽ ചടങ്ങും നടന്നു. വാടാനംകുറിശി തോട്ടേക്കോട്ട് ശിവക്ഷേത്രത്തിൽ വാഹനപൂജയും ഉണ്ടായിരുന്നു. വിജയദശമിയോടനുബന്ധിച്ച് വാരണാസി ശ്രീ ചെമ്മഞ്ചേരി ശിവക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വാഹനപൂജ നടന്നു. മഠത്തിൽ മോഹനൻ എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ക്ഷേത്രസന്നിധിയിൽ വിദ്യാരംഭ ചടങ്ങുകളും നടന്നു. നിരവധി ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. വിജയദശമി ദിനത്തിൽ രാവിലെ വാരണാസി തോട്ടേക്കോട്ട് ശിവക്ഷേത്രത്തിലും വിശേഷാൽ പൂജകൾക്ക് ശേഷം വാഹനപൂജ നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിലും വിവിധ ക്ഷേത്രങ്ങളിൽ വിജയദശമി ദിനത്തിൽ ദൃശ്യമായത് വൻ തിരക്ക്. വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമായി ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ തന്നെ തൃശൂർ ജില്ലയിലെ മിക്ക ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ് ദൃശ്യമായത്. നൂറുകണക്കിന് കുരുന്നുകളാണ് വിദ്യാരംഭ ചടങ്ങുകൾക്കായി വിവിധ ക്ഷേത്രങ്ങളിൽ എത്തിയത്. എഴുത്തിനിരുത്തലിന് പ്രശസ്തമായ തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിനു മുന്നിൽ ഭക്തരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ ഒരുക്കിയത്. ജില്ലയിലെ സാംസ്കാരിക കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ വാഹനപൂജയുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ ശ്രീ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് വിജയദശമി ദിനത്തിൽ സമാപനം. വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങും നടന്നു. 100ഓളം കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഓങ്ങല്ലൂർ ശ്രീ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. സെപ്റ്റംബർ 22 തുടങ്ങിയ ആഘോഷ പരിപാടികൾ 2 വിജയദശമി ദിനത്തിലാണ് സമാപിച്ചത്. രാവിലെ 7 മണി മുതൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ് നടന്നു. റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പള്ളിപ്പുറത്ത് കളരിക്കൽ PK ഹരിഹരപ്പണിക്കർ എന്നിവർ കാർമ്മികത്വം നൽകി.
എ നാ മ ആ ആ ഇ ഈ ഉ ഊ എ ഐ. 100ഓളം കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചന, വാഹനപൂജ എന്നിവയുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 20 വർഷമായി ഡ്രൈവിംഗ് പരിശീലനവും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റും നടത്തിവരുന്ന ഗ്രൗണ്ടിന് അനുമതി നിഷേധിച്ച് മലമ്പുഴ ഇറിഗേഷൻ വകുപ്പ്. മുന്നറിയിപ്പില്ലാതെയുള്ള അധികൃതരുടെ നടപടി ഡ്രൈവിംഗ് പഠിതാക്കളെയും പരിശീലകരെയും വലച്ചിരിക്കുകയാണ്. ഇറിഗേഷൻ വകുപ്പിന്റെ മൈതാനം കണ്ട ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിച്ചവരുടെ ഭാവിയും അനിശ്ചിതത്വത്തിലായി. ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികൾ മാറിയതോടെ ഡ്രൈവിംഗ് പരിശീലനത്തിന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ സ്ഥലം ആവശ്യമാണ്. പരിശീലനത്തിനൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ റിപ്പയറിംഗ്, വാഹന പരിപാലനം എന്നിവയും ഇന്ന് ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ ഭാഗമാണ്. ആവശ്യത്തിന് സ്ഥലലഭ്യതയില്ലാത്തതിനാൽ സ്വന്തം നിലയ്ക്ക് പരിശീലിക്കുന്ന നിരവധി പേരും ഡ്രൈവിംഗ് സ്കൂൾ മുഖേന പരിശീലിക്കുന്ന നിരവധി ആളുകളും ഒരേ സമയം മലമ്പുഴ ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലെ മൈതാനത്തെത്തുന്നത് പതിവാണ്. ഡ്രൈവിംഗ് പരിശീലനത്തിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മികവ് പരിശോധന നടക്കുന്നതും ഇറിഗേഷൻ മൈതാനത്താണ്. ഡ്രൈവിംഗ് പരിശീലനം നിർത്തിവെക്കാനുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവ് ഉദ്യോഗസ്ഥരെയും പരിശീലകരെയും പഠിതാക്കളെയും ഒരുപോലെ വലച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ 27-ാം തീയതി തൊട്ട് നമുക്ക് പ്രാക്ടീസും അതുപോലെ തന്നെ ടെസ്റ്റ് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇറിഗേഷനിൽ നമുക്കൊരു സ്റ്റോപ്പ് മെമ്മോ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്, കംപ്ലീറ്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിന് പകരം ഒരു സ്ഥലം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നോക്കുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഭാഗത്തു നിന്നും നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഏരിയ വേണം. ഇതുപോലെ കിടക്കുന്ന ഏരിയകൾ ഇവിടെ അടുത്തൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ തരാൻ ആയിട്ട് ആരും സമ്മതിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഏരിയ വേണം. പിന്നെ ആരെങ്കിലും പറയണവരൊക്കെ ഭീമമായ ഒരു തുകയാണ് എന്ത് വേണം റെൻറ്റ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ പഠിതാക്കൾ, അതായത് നമ്മുടെ അഡ്മിഷൻ എടുത്ത ആൾക്കാർ, പഠിതാക്കളും അതുപോലെ തന്നെ ഞങ്ങളും വളരെ ദുരിതത്തിലാണ്. അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നതുവരെ ഡ്രൈവിംഗ് ടെസ്റ്റോ പരിശീലനമോ പാലക്കാട് താലൂക്കിൽ ഉണ്ടായിരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പറയുന്നു. ഇറിഗേഷൻ വകുപ്പിൻ്റെ സ്ഥലമായ ഇവിടെ സ്റ്റേഡിയം പണിയാനുള്ള നടപടികൾ ആരംഭിച്ചതിനാലാണ് ഈ മാസം 27 മുതൽ ഒഴിഞ്ഞുപോകാനുള്ള കത്ത് നൽകിയത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുവരെയെങ്കിലും തുടരാൻ അനുവദിച്ചാൽ ആ കാലയളവിൽ അനുയോജ്യമായ സ്ഥലം കണ്ടുപിടിക്കാനാകുമെന്നും ടെസ്റ്റുകൾ മുടങ്ങാതെ പഠിതാക്കൾക്ക് ലൈസൻസ് ലഭിക്കുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പറഞ്ഞു. ഇതിനോടകം പല സ്ഥലങ്ങളും നോക്കിയെങ്കിലും താങ്ങാനാകാത്ത ഭീമമായ വാടകയാണ് സ്ഥലമുടമകൾ ആവശ്യപ്പെടുന്നതെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കടുത്ത അവഗണന തുടരുകയാണെന്ന് മന്ത്രി കെ രാജൻ. L3 വിഭാഗത്തിലുള്ള ദുരന്തമാണെന്നു പ്രഖ്യാപിച്ചത് 5 മാസത്തിനു ശേഷം. 2321 കോടിയുടെ റിപ്പോർട്ട് സമർപ്പിച്ച കേരളത്തിന് അനുവദിച്ചത് 260 കോടി മാത്രം. മണ്ണിന്റെ പ്രത്യേകതകൾ ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞുള്ള കൃഷിരീതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മണ്ണിന്റെ പോഷക ഘടകങ്ങൾ അറിഞ്ഞ് പരിചരിച്ചാൽ കാർഷിക മേഖലയിൽ വലിയ നേട്ടമുണ്ടാകും. കൊയ്ത്തിനൊരു കൈത്താങ്ങ്, കൊയ്ത്ത് യന്ത്രങ്ങളുടെ ഫ്ളാഗ് ഓഫ് ആലത്തൂരിൽ. ചാവക്കാട് SIയെയും പോലീസുകാരനെയും യുവാവ് കുത്തിവീഴ്ത്തി. പ്രതി ബേബി റോഡ് സ്വദേശി നിസാറിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് സംശയം. സാഹസികമായി പിടികൂടിയ പ്രതി മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയും പോലീസുകാരെ ആക്രമിച്ചു. ഇന്ന് ഗാന്ധി ജയന്തി. ജീവിതം സന്ദേശമാക്കിയ മഹാത്മാവിന്റെ സ്മരണയിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ യജ്ഞം. അക്ഷരാമൃതത്തോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം. വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.